നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഗോമതി ദേഷ്യത്തോടു കൂടി അനുവിനെ നോക്കിയിട്ട് ചോദിച്ചു, ആരാടി നിന്റെ അമ്മ? അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കേട്ടോ. അനു ആകെപ്പടം നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഇന്ദിരാമ്മ ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ ഗോമതി, നീ ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ? അമ്മേ, അമ്മ ഇതിനകത്ത് ഇടപെട്ടേക്കരുത്. മേലാല് ഇനി നീ അമ്മയാന്നും പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന ഇതുപോലെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നേ. അതും പറഞ്ഞിട്ട് ഗോമതി ദേഷ്യത്തോടെ കയറിപ്പോയി കഴിഞ്ഞപ്പോ അനു അവിടെ നിന്ന് കരയുവാണ്. ഇന്ദിരാമ്മ സമാധാനിപ്പിച്ചു, മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് സങ്കടപ്പെടണ്ട. അവള് എടുത്തു ചാടി ഓരോന്ന് ചെയ്താ, പക്ഷെ ഇതിന്റെ പേരില് ഇപ്പൊ മോളെക്കാളും കൂടുതലായിട്ട് വേദനിക്കുന്ന അവളായിരിക്കും മോളെക്കാളും കൂടുതലായിട്ട് കരയുന്നത്. അകത്തെവിടെയെങ്കിലും പോയി മാറിയിരുന്ന് കരയുന്നുണ്ടായിരിക്കും ഈ ചെയ്തതൊക്കെ ഓർത്തിട്ട്. എനിക്കറിയാലോ, പെറ്റമ്മയുടെ മനസ്സല്ലേ, എത്രയെന്ന് പറഞ്ഞാലും സ്വന്തം മക്കളെ തള്ളിക്കളയാൻ പറ്റില്ലോ. മോള് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറി അനു നിൽക്കണ സമയത്ത് അനുവിൻ്റെ അടുത്തേക്ക് ഇന്ദിരാമ്മ എന്നു. എന്നിട്ട് പറഞ്ഞു, മോളെന്തിനാ വീണ്ടും കരയണേ? ഇങ്ങനെ സങ്കടപ്പെട്ട് കരയേണ്ട കാര്യമുണ്ടോ? എന്നാലും മുത്തശ്ശി, മോളെ ഞാനല്ലേ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ. എനിക്കറിയാം അവളുടെ മനസ്സ് നിറയെ സ്നേഹമാണ്, പക്ഷെ അവള് പുറമേത് ഇങ്ങനെ പ്രകടിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞ് അല്ലെങ്കിൽ അമ്മയോട് മാപ്പ് ചോദിക്കാനായിട്ട് ചെന്നതായിരുന്നു. എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റല്ലേ, ഞാനല്ലേ. ശരിയാ മോളെ, ഒരിക്കലും നീ ഇങ്ങനൊരു തീരുമാനം എടുക്കരുതായിരുന്നു ഇടപെടിയെന്ന്. അത് അവരെ ഒത്തിരി അധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. നമുക്ക് അവളെ ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റില്ല. നീ ഇപ്പൊ വേദനിക്കുന്നതിന്റെ ഇരട്ടി വേദന അവൾ അനുഭവിക്കുന്നുണ്ട്. എനിക്കറിയാം മുത്തശ്ശി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല മോളതെന്ന് ഓർത്ത് സങ്കടപ്പെടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ ആ വഴി വന്നു. അനുസരി കരയുന്നു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഓടി ആ ലോകിന്റെ അടുത്തേക്ക് വന്നു. കൺഗ്രാസ് പറയണം. അപ്പോഴേക്കും ആലോചിച്ചു, എന്താച്ചാ നീ അവൾക്കിട്ട് തല്ലിയല്ലേ? തല്ലാനോ? ആർക്കിട്ട്? അനുവിനിട്ട്. ഞാൻ തല്ലിയൊന്നുമില്ല, വെറുതെ കള്ളത്തരം പറയണ്ട. അച്ഛാ, ഞാൻ തല്ലിയൊന്നും ഇല്ല. ഇല്ലേ? പിന്നെന്തിനാണ് അവള് കരയണേ? കരയുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവനെ പോലെ ഒരുത്തൻ. പിന്നെ പതുക്കെ അലോക് പോയി നോക്കി കഴിയുമ്പോഴത്തേനും ഇന്ദിരാമ്മയുടെ നെഞ്ചിലേക്ക് വീണ് അനുശ്രീ കരയുന്ന കാഴ്ച കണ്ട് എന്തിനാന്നും അറിയത്തില്ല. അലോകിനൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്ക് അച്യുതൻ പറഞ്ഞു, നിന്നെ എന്തൊരു കൊള്ളാടാ എന്നും ചോദിച്ചോണ്ട് അച്യുതൻ അങ്ങോട്ടേക്ക് പോയി. അലോകിൻ്റെ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ബാലന് കടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഇന്ന് തന്നെ അത്യാവശ്യമായിട്ടുള്ള പണം ആയതുകൊണ്ടാന്ന് പറഞ്ഞു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവി വന്നിട്ട് ചോദിച്ചു, അച്ഛൻ പണം കടം മേടിക്കുവാണോ? ഇല്ല മോളെ, ഇതെനിക്ക് ഒരാൾ തരാനുള്ള പൈസയാ, 50,000 രൂപ. അത് ഡീലർക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു. അച്ഛൻ കള്ളത്തരം പറയുന്നതാണോ? അല്ല മോളെ, ഞാനൊരു കാര്യം ചെയ്യാം, അത് പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞു, എവിടുന്ന് എന്തൊക്കെയോ ബാലൻ കടം മേടിക്കുന്നതാണെന്ന് തോന്നേ. ശ്രീദേവി പറഞ്ഞു, അത് ശരിയാ, 1 കോടി രൂപ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടില്ലാന്ന് തോന്നേ. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, പിന്നെ എൻ്റെ അളിയൻ അങ്ങനെയൊന്നും കടം മേടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഉദയഭാനുവിന്റെ വരവ്. ഉദയഭാനു ഒരു ചിരിയൊക്കെ ചിരിച്ചോണ്ട് വന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേന്ന് ചോദിച്ചു. സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു സാറേ എന്ന് ധർമ്മനും പറഞ്ഞു. രാമേട്ടൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പോയി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, ആയിക്കോട്ടെ രാമേട്ട. മോളെ, നിനക്ക് എന്തേലും വേണോന്ന് ധർമ്മം ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. അല്ല, ചായ എന്തേലും? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കടയിൽ നിന്ന് ഇറങ്ങി. ഈ സമയം ഉദയഭാനു പറഞ്ഞു, മോളെ നീ എന്ത് ഇരിപ്പായിരിക്കണേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് പരിപാടി നീ കാണിക്കുന്നത്? അച്ഛൻ കണ്ടില്ലേ, ഞാൻ കണക്കുകളൊക്കെ എഴുതുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. മോളെ, നിന്നോട് ആനന്ദ് പറഞ്ഞിട്ടില്ലേ ഈ കടയിലേക്ക് വരില്ലെന്ന്? അതെ, ഞാനും ആനന്ദേണ്ടും തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് ഞങ്ങൾ തീർത്തോളാം, അച്ഛൻ ഇതിനകത്ത് ഇടപെടണ്ട. അച്ഛൻ സ്ഥലം കാലിയാക്കാൻ നോക്ക്, അച്ഛൻ ഇവിടെ കിടന്ന് അധികം കറങ്ങുന്നത് ശരിയല്ല. മോളെ, ഞാൻ ആ പഴയ അച്ഛനല്ല, പുതിയ അച്ഛനാ. പുതിയ അച്ഛനോ? പുതിയ അച്ഛനാ. പിന്നെ എനിക്ക് എന്റെ അച്ഛനെ അറിയരുതോന്ന് ചോദിച്ചു. അച്ഛൻ കൂടുതലൊന്നും പറയണ്ട, മര്യാദയ്ക്ക് പോവാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഒരു കസ്റ്റമർ അങ്ങോട്ട് വന്നു. ദോശമാവ് ഉണ്ടോന്ന് ചോദിച്ചു. ഇപ്പൊ എടുത്തരാന്നും പറഞ്ഞിട്ട് ശ്രീദേവി പോയി ദോശമാവ് എടുത്ത് കൊടുക്കണം. ആ സമയം ഉദയഭാനു പണപ്പെട്ടിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ക്യാഷ് കിടക്കുന്നു. ഉദയഭാനുവിന് കൈ ധരിച്ചു. അയ്യോ എന്റെ ദൈവമേ, കുറച്ച് ക്യാഷെങ്കിലും എടുത്തില്ലെങ്കിൽ എങ്ങനെയാ പോകുന്നതെന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴേക്ക് ശ്രീദേവി തിരിച്ചു വന്ന് വീണ്ടും കസേരയിലിരുന്നു. എന്താച്ചാ, അച്ഛൻ പോകുന്നില്ലേ? മോളെ, നീ എന്തു വർത്താനാ പറയണേ? എന്തൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു അവിടെ നിന്നിട്ട് അവിടെ ഒരു അച്ചപ്പം എടുക്കാൻ നോക്കി. അതാച്ചാ, അച്ചപ്പം അവിടെ വെച്ചേ മര്യാദയ്ക്ക്. അല്ലേലും എനിക്ക് എന്തിനാ അച്ചപ്പം? എനിക്ക് വേണ്ട. മോളെ, ഭയങ്കര തലവേദന എന്ന് പറഞ്ഞു. ഒരു അച്ഛനൊരു കാര്യം ചെയ്യുക, പോയി വല്ല വിക്സോ ബാമോ എന്തെങ്കിലും മേടിച്ച് തേക്കാൻ നോക്ക്. അതല്ല മോളെ, നിന്റെ അമ്മയ്ക്ക് ഭയങ്കര തലവേദന. അപ്പോഴേ ഒരു ഹോർലിക്സോ ബൂസ്റ്റ് എന്തെങ്കിലും ഞാൻ എടുത്തോട്ടെ?
ഹോർലിക്സോ ബൂസ്റ്റോ ദേ അത്തെലങ്കാനും തൊട്ടാ ഉണ്ടല്ലോ. ഹും, തലവേദനയ്ക്ക് ഹോർലിക്സും ബൂസ്റ്റും. ദേ അച്ഛാ, വെറുതെ അനാവശ്യം കാണിക്കരുത്, പോവാൻ നോക്ക്. എന്റെ മോളെ എന്തെങ്കിലും ഒരെണ്ണം താ. ദേ ഒരു കാര്യം ചെയ്യാം, ഒരു സാക്ഷ്യപ്പായ്ക്ക് തരാം. 5 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ, അത് ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദേവി ഒരു സാക്ഷ്യപ്പായ്ക്ക് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഉദയഭാനു പണപ്പെട്ടിയിലേക്ക് കൈയിട്ട് കുറച്ച് 500 നോട്ടുകൾ എടുത്ത് കീശയ്ക്കകത്തേക്ക് വെച്ചു. ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിന്നു. അപ്പോഴേക്ക് ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, എന്നാ ഇത് പിടിച്ചോ, ഇനി ഇവിടെ നിന്നേക്കരുത്, പെട്ടെന്ന് പോയിക്കോണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മനും രാമേട്ടനും അങ്ങോട്ടേക്ക് വരുന്നേ. ധർമ്മം വന്നിട്ട് പറഞ്ഞു, ദേ ഉദയഭാനു സാറിന് ഒരു സ്പെഷ്യൽ ചായ വാങ്ങിയിട്ടുണ്ട്. ഏ വേണ്ടായിരുന്നു, എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും വേണ്ട ധർമ്മ, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് കരുതിയിരിക്കുക. എന്നാ ശരി മോളെ, ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, എന്താ പെട്ടെന്ന് പോന്നേ? അതെ, ടൗണിൽ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉദയഭാനു സന്തോഷത്തോടുകൂടി കടയിൽ നിന്ന് ഇറങ്ങുവാണ്. ശ്രീദേവിക്ക് അപ്പൊ സംശയമൊന്നും തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മീനാക്ഷി വീണ മാഡത്തിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെ മാഡം, എത്ര രൂപ കിട്ടുമെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് കയറി വന്നു. ആരെയാ മീനാക്ഷി എടുത്തി വിളിച്ച് പൈസയുടെ കാര്യമൊക്കെ ചോദിക്കുന്നതായിട്ട്? അതെ, PF നിന്ന് ലോൺ എടുക്കുന്നതിനെ കുറിച്ചാ. ഞാൻ വീണാമ്മയുടെ ഒരു സംസാരിക്കുമായിരുന്നു. അല്ല, എത്ര രൂപ കിട്ടുമെന്ന് വല്ലതും പറഞ്ഞോ? അതിനെക്കുറിച്ചൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് മാഡം, നോക്കിയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് മാത്രം ഒന്നും പറ്റുന്നില്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അതാണ് ഇപ്പം നിന്റെ വിഷമം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിനക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോഴേ എല്ലാം ശരിയാവും. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അപ്പം നീ സഹായിച്ചാൽ മതി. എന്നാലും അതല്ലല്ലോ മിനി ചേച്ചി, ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യമാണ്. എന്താ? ഒരു കാര്യം ചെയ്താലോ, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് കുറച്ച് പൈസ ചോദിച്ചാലോ? അമ്മയോടോ? അതെ, ഇനിയിപ്പോൾ അമ്മയുടെ പൈസ ഇല്ലെങ്കിൽ സ്വർണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെയാണെ ചിലപ്പം അത് കൊടുക്കുവാണെങ്കിലേ കുറച്ച് പൈസ ആവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു പറഞ്ഞു, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. നീ അങ്ങോട്ട് ചെന്ന് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. അവരെന്തെങ്കിലും തരുവാണേ വാങ്ങണം, പക്ഷെ അല്ലാതെ ചോദിച്ചു മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഞാനുണ്ട്, ആകാശേണ്ണുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ഞങ്ങൾ സഹായിച്ചോളാം. ഇപ്പം അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മീനുവിനെ സമാധാനിപ്പിച്ചു. ഈ സമയത്ത് ഉദയഭാനു സന്തോഷത്തോടുകൂടിയിട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ആനന്ദാണ്. ഈ പുല്ലൻ എന്തിനാന്ന് വിളിക്കണേ എന്നൊക്കെ ഓർത്തിട്ട് കോൾ എടുത്തു. എന്താ വരുവാനെ പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞ കാര്യം സംസാരിച്ചായിരുന്നു ശ്രീദേവിയായിട്ട്. അത് പിന്നെ ഞാൻ കടയിലേക്ക് പോയായിരുന്നു. സംസാരിച്ചോന്നാ എന്റെ ചോദ്യം. മോനെ, അത് ഞാൻ വളരെ തന്ത്രപൂർവമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അത് പിന്നെ മോനെ, അതിനുള്ളൊരു സാഹചര്യം. നിങ്ങൾ സംസാരിച്ചോ ഇല്ലയോ, എനിക്ക് അതാ അറിയേണ്ടത്, സാഹചര്യത്തെ കുറിച്ചൊന്നും അല്ല. അത് പിന്നെ മോനെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ശരിയാക്കാം. അപ്പൊ ഇന്ന് നിങ്ങൾ സംസാരിച്ചില്ലല്ലേ? അത് പിന്നെ ഞാൻ ചെന്നതായിരുന്നു, ചെന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ ഒരുങ്ങിയപ്പോ അതിന് പറ്റിയില്ല. മോൻ വിഷമിക്കൊന്നും വേണ്ട, 2 ദിവസം, അതിനുള്ളിൽ തന്നെ അവളുടെ കടയിൽ പോക്ക് ഞാൻ നിർത്തിക്കോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അമാന്തിച്ചാലുണ്ടല്ലോ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഇരുന്ന് കണക്ക് കൂട്ടുവാണ്. കണക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല, ഒരു 2000 രൂപയുടെ കുറവ് വരുന്നുണ്ട്. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ആഹാരം കഴിക്കാൻ വിളിച്ചു. ശ്രീദേവി പറഞ്ഞു, ഞാൻ കഴിച്ചോളാം, ഈ കണക്ക് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ മിത്ര, മീനാക്ഷി അവരെല്ലാവരും കൂടെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബാലനും ആനന്ദും ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും ആനന്ദ് ചോദിച്ചു, മോളെ നീ കഴിക്കണില്ലേ? ബാലച്ച, ഞാൻ ഈ കണക്കൊന്ന് ശരിയാക്കിക്കോട്ടെ. ഗോമതി പറഞ്ഞു, അത് പിന്നെ ശരിയാക്കാം. പിന്നെ ശരിയാക്കിയാൽ ശരിയാകത്തില്ല, ഒരു 2000 രൂപയുടെ കുറവ് കാണുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് അറിയില്ല. 2000 രൂപയുടെ കുറവല്ലേ ഉള്ളൂ, അത് പിന്നെ നോക്കാമെന്ന് ഗോമതി പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, 2000 രൂപ ചെറിയ കാര്യമാണോ? 1 രൂപയ്ക്ക് പോലും കുറവുണ്ടെങ്കിലേ ശരിയാകത്തില്ല, കണക്ക് എപ്പോഴും കൃത്യമായിരിക്കണമെന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ശ്രീദേവിയുടെ കൈയെ കടയേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരിയാകത്തില്ലെന്ന്. അത് കേട്ടതും മീനാക്ഷിയും പിത്രയ്ക്ക് ഇങ്ങനെ നോക്കി. ബാലൻ ചോദിച്ചു, അതെന്താടാ മോൾക്ക്, എന്താടാ ഒരു കുഴപ്പം? എടാ, അവള് പെർഫെക്റ്റ് ആയിട്ട് കട കൈകാര്യം ചെയ്യും. അതിന്റെ ഉത്തമ ഉദാഹരണം കണ്ടില്ലേ? വിശപ്പും ദാഹം പോലും ഇല്ലാതെ അവള് കണക്ക് നോക്കിക്കൊണ്ടിരിക്കണേ. 1 രൂപ കുറവ് വന്നിട്ടുണ്ടെങ്കിലേ കടയിലിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാ. അതിപ്പോ അവളുടെ മുഖത്തുനിന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ ആഹാരം പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ 2000 രൂപയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണേ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി ആനന്ദിനെ നോക്കി. ആനന്ദ് ശരിക്കും ഒന്ന് ചമ്മിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീദേവി ഇരുന്ന് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും മീനാക്ഷി അങ്ങോട്ട് വന്നു. ആ കണക്ക് പുസ്തകം അടച്ചു വെച്ചു. അതെ, ഇനി വന്ന് കഴിച്ചിട്ട് മതി എന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ട് പിടിച്ചിരുത്തുവാണ്. അങ്ങനെ കഴിക്കാനിരിക്കണ സമയത്തും
ശ്രീദേവിയുടെ മനസ്സിൽ 2000 രൂപയെക്കുറിച്ച് ചിന്തകളായിരുന്നു. ഗോമതി പറഞ്ഞു, 2000 രൂപയെക്കുറിച്ച് ആലോചിച്ച് ഇപ്പൊ വിശപ്പും ദാഹവും ഇല്ലെന്നായോന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, മോളെ അത് നമുക്ക് ഇത്തിരി കഴിയുമ്പോഴുള്ള നോക്കാം, നീ സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഇതേ സമയത്ത് അനുശ്രീ ആണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനോടെ ഇരിക്കുക. അലോക് ഇങ്ങനെ ആലോചിക്കുക, ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അനുശ്രീയുടെ മനസ്സിലേക്ക് ഗോമതി വെള്ളം ഒഴിച്ച് ആ രംഗങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ആലോചിച്ചു, എന്താടി നിനക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യത്തോട് കൂടിയിട്ട് അനുസരിച്ച് തല തിരിച്ച് അലോകിനെ ഒന്ന് നോക്കുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.